ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പീനാക്കിൾസ് വേൾഡ്. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പ് പുഴുങ്ങിയതും ഒരു തൈര് ചമ്മന്തിയുമാണ്. അതിനായിട്ട് ചേമ്പ് ചുരണ്ടി വൃത്തിയാക്കി കഴുകിയെടുക്കാം. കഴുകി ഒരു 3-4 വെള്ളത്തിൽ കഴുകി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്ന് നമ്മൾ ചേമ്പ് പുഴുങ്ങാൻ പോകുന്നത് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ്. ഇതിനായിട്ട് ചേമ്പ് കഴുകി നമുക്ക് മറ്റൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വെള്ളം വെച്ച് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് ഇഡ്ഡലി തട്ട് വെച്ച് മൂടി വെച്ച് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഈ വൃത്തിയാക്കിയെടുത്ത ചേമ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ ചെമ്പിലേക്ക് അത് വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് മുഴുവൻ ചേമ്പും പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വേഗം വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തൈര് ചമ്മന്തി റെഡിയാക്കാവേ. അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ചതച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ചതച്ചെടുത്ത മിക്സ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മുളകിന് നല്ല എരിവാണ്, അതുകൊണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 2 സ്പൂണ് തൈര് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ തൈര് ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ചേമ്പൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15-20 മിനിറ്റോളമായി ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചേമ്പ് കുക്ക് ചെയ്തിരിക്കുന്നത്. ചേമ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു വാഴയിലയിലേക്ക് മാറ്റാം. ചേമ്പിൻ്റെ കൂടെ നമുക്ക് തൈര് ചമ്മന്തി വെച്ച് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ചേമ്പ് പുഴുങ്ങുമ്പോൾ ഇതിൻ്റെ ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഇത് പുഴുങ്ങുന്നതെങ്കിൽ വെള്ളം അധികം വരും. അപ്പോൾ ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയില്ലേ, അപ്പോഴും നമുക്ക് ഈ ചേമ്പിലെ ന്യൂട്രിയൻസൊക്കെ ആ വെള്ളത്തോടൊപ്പം അങ്ങ് നഷ്ടമാകും. ഇതാകുമ്പോൾ നമുക്ക് ഒട്ടും ഇതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യുക.